Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. നമ്മുടെ LD ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് വിവിധ ബോർഡുകളിലേക്കായിട്ടുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട്. ജൂലൈ 16-ാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും അപ്ലൈ ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കണ്ട കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു തുടങ്ങേണ്ട സമയവുമായിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു LD ടൈപ്പിസ്റ്റ് എക്സാംസിൽ കഴിഞ്ഞ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ച പാറ്റേൺ ചേഞ്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. PYQs ആണ്. PYQs അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഏത് നിലവാരത്തിലേക്ക് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് ഇതിൽ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റി എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2024 ഒരു പാറ്റേൺ ചേഞ്ച് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫൈൻഡ് ദി ഫിഗർ ഓഫ് സ്പീച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദി മൂൺ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ HSA പരീക്ഷകളിലും അല്ലെങ്കിൽ നമ്മളുടെ KTT പരീക്ഷകളിലും ഒക്കെയാണ്. അപ്പോൾ ടൈപ്പിസ്റ്റ് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് എന്ന വിഷയത്തിന് അവിടെ നല്ല പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, തെറ്റാതെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നൊരു മേഖലയാണിത്. അതായത് ഒരു 5-6 ഫിഗർ ഓഫ് സ്പീച്ച് പഠിക്കണം. എന്താണ് ഫിഗർ ഓഫ് സ്പീച്ച്? ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മലയാളത്തിൽ ഉപമ എന്നൊക്കെ പറയില്ലേ, അതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അതേപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത്. തെറ്റാതെ വളരെ ഈസി ആയിട്ട് പഠിക്കാം, രസകരമായിട്ട് പഠിക്കാം. നോക്കിക്കേ, മൈ ബ്ലഡ് ടേൺഡ് ലൈക്ക് ദി മൂൺ. മൂൺ പോലെ എൻ്റെ ബ്ലഡ് ചുവന്നു വന്നു. ഓക്കെ, അപ്പം എങ്ങനെ നമുക്കിവിടെ പറയാം? ഉപമ എന്നതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് മെറ്റഫറും സിമിലിയുമാണ്. മെറ്റഫറും സിമിലിയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയാണ്, ഒരു ഉദാഹരണം പറയാണ്, ഹി ഈസ് ടോൾ ലൈക്ക് എ ജിറാഫ്. ഹി ഈസ് ടോൾ ലൈക്ക് എ ജിറാഫ്. അങ്ങനെ ലൈക്ക് വന്നാൽ, ലൈക്ക് അല്ലെങ്കിൽ ആസ് ടോൾ ആസ് എ ജിറാഫ്, അങ്ങനെയുള്ള വാക്കുകൾ വന്നാൽ അവിടെ എന്താണ്? സിമിലിയാണ്. അതേസമയം ഞാൻ പറയാണ് ഹി ഈസ് എ ജിറാഫ്, അതായത് അവന് ജിറാഫിനെ പൊക്കോണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ ലൈക്കോ ആസ് ടോൾ ആസോ ഒന്നും പറയുന്നില്ല, ഹി ഈസ് എ ജിറാഫ്. അപ്പോൾ ആ വാക്കുകളില്ലാതെ ഉപമ കൊണ്ടുവരുമ്പം അത് മെറ്റഫറാണ്. ഇത് പഠിക്കാൻ നിങ്ങൾ വിചാരിക്കും മാറിപ്പോകത്തില്ലെന്ന്, പക്ഷെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരു 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 കാര്യം ഓർത്താൽ മതി. നിങ്ങൾ രാജമാണിക്യം സിനിമ കണ്ടിട്ടുണ്ടോ? രാജമാണിക്യം സിനിമയിൽ മമ്മൂട്ടി എന്താ പറയുന്നത്? 11 പുലിയാണ് കേട്ടാ, അല്ലെ? പുലിയെ പോലെയാണെന്നാണോ പറയുന്നത്? ലൈക്കൊന്നും ഇല്ലല്ലോ, ലൈക്കോ ആസോ ഒന്നുമില്ല. അവിടെ എന്തേ ഉള്ളൂ? 11 പുലിയാണ് എന്നാണ് പറയുന്നത്. സോ ഹീസ് എ പുലി. അതാണ് നമ്മുടെ രാജമാണിക്യത്തിൽ മമ്മൂക്ക പറയുന്ന കാര്യം. അപ്പൊ അവിടെ മമ്മൂക്കയുടെ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? M ആണ്. മെറ്റഫർ എന്താണ്? M ആണ്. സോ ലൈക്ക് ഇല്ലാതെ, ആസ് ഇല്ലാതെ അവൻ പുലിയാണ് അല്ലെങ്കിൽ അവൻ ജിറാഫാണ്, അവൻ മൂണാണ്, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മെറ്റഫറും. ലൈക്കോ അല്ലെങ്കിൽ എന്താ പറയുക, ആസ് ടോൾ ആസോ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കും കൂടി വന്നാൽ അങ്ങനെ ഉപമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിമിലിയുമാണ്. അപ്പോൾ ഇവിടെ ലൈക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്താണ്? സിമിലിയാണ്. മനസ്സിലായോ? അപ്പോൾ മമ്മൂക്കിനെ മെറ്റഫറിനെ മറക്കരുത്. ഇനി അടുത്തത് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ രാവിലെ അലാറം അടിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ പറയുക? ഓ, അലറാൻ തുടങ്ങി എന്ന് പറയും. അലറുന്നത് അലാറം അല്ല, അത് ആരുടെ സ്വഭാവമാണ്? മനുഷ്യൻ്റെ സ്വഭാവമാണ്, അല്ലേ? അതായത് മനുഷ്യരുടെ സ്വഭാവത്തെ ജീവനില്ലാത്ത വസ്തുക്കളോടോ അല്ലെങ്കിൽ ആനിമൽസിനോടോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് അതിനെ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ സൺ സ്മൈൽസ്. സൂര്യൻ ചിരിക്കുന്നു. സൂര്യൻ ചിരിക്കുമോ? ചിരിക്കുക എന്ന് പറയുന്ന ആളുടെ സ്വഭാവമാണ്. അപ്പം മനുഷ്യൻ്റെതായിട്ടുള്ള ചിരിക്കുക എന്ന സ്വഭാവം നമ്മൾ മനുഷ്യനല്ലാത്ത സണ്ണുമായിട്ട് എടുക്കുവാണ്. അതാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആൻഡ് ലാസ്റ്റ് വൺ, ഓക്സിമറോൺ. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയില്ലേ ഭയങ്കര ഭംഗിയാണ്. ഈ ഭംഗി എന്ന് പറയുന്നത് നമുക്കറിയാം നല്ലൊരു വാക്കാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം ഉളവാക്കുന്ന ഭംഗിയോ? ഇത് തെറ്റായ ഒരു യൂസേജാണ്. ടെറിബ്ലി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത് തെറ്റായ യൂസേജാണ്. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് വാക്കുകളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പം അതാണ് ഓക്സിമറോൺ എന്ന് പറയുന്നത്. ഇതുപോലെ ആലിട്രേഷൻ ഉണ്ട്. അതായത് ആലിട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷീ സെൽസ് സീ ഷെൽസ് ഓൺ ദി സീ ഷോർ. അപ്പോൾ S എന്ന് പറയുന്ന കൺസണന്റ് സൗണ്ട് ഒരുപാട് പ്രാവശ്യം
റിപ്പീറ്റ് ചെയ്തു. അതാണ് ആലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു 6 or 7 ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി. ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് തെറ്റാതെ ഷുവർ ഷോർട്ടായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ ബി, സിമിലി. എന്തുകൊണ്ടാണ്? ലൈക്ക് എന്ന് പറയുന്ന വാക്ക് വന്നതുകൊണ്ടാണ്. ക്ലിയർ ആണോ? ലൈക്ക് ഇല്ലെങ്കിൽ അത് മെറ്റഫർ ആയേനെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പിക്ക് ഔട്ട് ദി സെന്റൻസ് വിച്ച് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. Okay, between you and me, everything is a mystery. Between you and I, everything is a mystery. Between I and you, everything is a mystery. Between you and he, everything is a mystery. അപ്പോൾ നമ്മൾ ഒന്നിലധികം ആൾക്കാരെ പറ്റി, നമ്മളും കൂടി ഇൻക്ലൂഡിംഗ് ആയിട്ട് ഒന്നിലധികം ആൾക്കാരെ പറ്റി നമ്മളൊരു സെൻറ്റൻസിൽ പറയുകയാണെന്ന് വിചാരിക്കൂ. ഞാൻ, നീ, അവൻ. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പേഴ്സൺ, നീ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ, അവൻ എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ. ഇത് ഉപയോഗിക്കുന്നതിനൊരു ഓർഡർ ഉണ്ട്. അത്യാവശ്യം ബഹുമാനത്തോടു കൂടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കാര്യം, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കാര്യം അവസാനം പറയണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. മൂന്നാമത് നിൽക്കുന്നില്ലേ, ആ വ്യക്തിയെക്കുറിച്ചായിരിക്കണം നമ്മൾ ആദ്യം പറയുന്നത്. അതായത് ഹീ ആയിരിക്കണം ആദ്യം പറയുന്നത്, പിന്നെ യു ആയിരിക്കണം, ഹിയോ ഷിയോ ആരാണോ ഇവിടെ എന്താണോ തേർഡ് പേഴ്സൺ അത് യു ആയിരിക്കണം രണ്ടാമത് പറയുന്നത്. പിന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പറയേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ചീത്ത കാര്യമൊന്നുമല്ല, എല്ലാം നമ്മൾക്കിടയിൽ എല്ലാം മിസ്റ്ററിയാണ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല, ഒരു ഫീച്ചറാണ്. അപ്പം അങ്ങനെ പറയുമ്പം ഐ എന്തായാലും അവസാനം വരണം, അത് ഷുവറാണ്. അപ്പം അങ്ങനെ അല്ലാത്തതിനെ നമുക്ക് വെട്ടാം. ഇവിടെ യു ആൻഡ് ഹി തെറ്റാണ്, കാരണം ഹി ആൻഡ് യു ആയിരുന്നെങ്കിൽ കറക്റ്റാണ്. സോ ഇതും തെറ്റാണ്. പിന്നെ വരുന്നത് ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിത്തിങ് ഈസ് എ മിസ്റ്ററി ഉണ്ട്, ബിറ്റ്വീൻ യു ആൻഡ് ഐ എവറിത്തിങ് ഈസ് എ മിസ്റ്ററി ഉണ്ട്. ആൻസർ ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിത്തിങ് ഈസ് എ മിസ്റ്ററി എന്നുള്ളതാണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്തത് നോക്കിക്കേ. ലുക്കിംഗ് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ കാൺട്ട് ഡാഷ് വാട്ട് വെന്റ് റോങ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തെറ്റിപ്പോയെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകാൻ സാധിക്കുന്നില്ല. അല്ലേ? ഫ്രേസൽ വെർബാണ്. ഇപ്പം വരുന്ന ഫ്രേസൽ വെർബിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ ലൈഫിൽ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബ്സ് കൂടുതലായിട്ട് ചോദിക്കാൻ തുടങ്ങി. പണ്ട് നമുക്ക് അങ്ങനെയല്ലായിരുന്നു. ഒരു സെറ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ് ഉണ്ടായിരുന്നു. കോൾ ഓൺ, കോൾ അറ്റ്, അല്ലെങ്കിൽ കം അക്രോസ്, ഗീവ് അക്രോസ്, പുട്ട് അക്രോസ്, ഇങ്ങനെ സെറ്റ് ഔട്ട്, ഇങ്ങനെ കുറേ അധികം നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന കുറച്ച് ഫ്രേസൽ വെർബ്സ് ഉണ്ടായിരുന്നു. അത് മാത്രം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് മാറിയിട്ട് ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ വേണ്ട ഫ്രേസൽ വെർബ്, ഇപ്പം ടേൺ ഇൻ, അല്ലേ? ടേൺ ഇൻ എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നെ ടേൺ ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ വരിക, അല്ലേ? അല്ലെങ്കിൽ ഡ്രോപ്പ് ഇൻ എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് ഇറങ്ങുക. അങ്ങനെയുള്ള പോകുന്ന വഴിക്ക് നമ്മളെ ഒരാൾ വിസിറ്റ് ചെയ്തു, എവിടെയോ പോകുന്ന വഴിക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയില്ല, അതാണ് ഡ്രോപ്പ് ഇൻ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചധികം ഫ്രേസൽ വെർബുകൾ, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബുകൾ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കാൻ തുടങ്ങി. അതുപോലൊരു സാധനമാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ലുക്കിംഗ് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ കാൺട്ട് ഫിഗർ ഔട്ട്. മനസ്സിലാവുന്നില്ല, അല്ലേ? ഫിഗർ ഔട്ട് വാട്ട് വെന്റ് റോങ്. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഫിഗർ ഔട്ട്. ഓക്കെ, 2024 നടന്ന പല പരീക്ഷകൾ, ടൈപ്പിസ്റ്റ് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, വാട്ടർ അതോറിറ്റിയും ഒരുപാട് എക്സാംസ് നടക്കുന്നുണ്ട്, അതിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. ആർട്ടിക്കിൾ, അല്ലേ? ആർട്ടിക്കിളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. I met dash university student on dash way to buy dash Italian pizza. Okay, എന്തായിരുന്നു? I met dash university student on dash way to buy dash Italian pizza. അപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്, അല്ലേ? യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്, നമുക്കറിയാം ഒരു വവൽ സൗണ്ടിൻ്റെ കൂടെ നമ്മൾ എഴുതുന്ന എപ്പോഴും ആനാണ്. പക്ഷേ യുയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കൊച്ചുനാളിലെ പഠിച്ചിട്ടുള്ളത് യു ഫോർ അംബ്രല എന്നാണ്. അതായത് യുവിൻ്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ആണ്, അംബ്രല, അല്ലേ? പക്ഷെ ഇവിടെ ആണോ യൂസ് ചെയ്തിരിക്കുന്നത്? യൂണിവേഴ്സിറ്റി എന്നാണോ? അല്ല, യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ഈ വവൽസിൻ്റെ പ്രൊനൗൺസിയേഷൻ വയലേറ്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റൂളും വയലേറ്റ് ആകും. അതായത് വവൽസിൻ്റെ കൂടെ ആൻ വരണം എന്ന് പറഞ്ഞ റൂൾ അങ്ങ് വയലേറ്റ് ആകും. അതിന് പകരം ആൻ വരില്ല, എ വരുള്ളൂ. അപ്പം ഇവിടെ എ വരാം, അല്ലെങ്കിൽ ദ വരാം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റിനെ പോകുന്ന വഴിക്ക് കണ്ടു, അല്ല എങ്കിൽ ഞാൻ ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റിനെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആളാവാം. അപ്പോൾ അവിടെ ദ വരാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ആൻ വരുന്ന ഓപ്ഷൻസിനെ നമുക്കങ്ങ് വെട്ടാം.
അല്ലേ? ഇനി നമുക്ക് നോക്കാം അടുത്തത് ഓൺ ദ വേ അല്ലേ? നമ്മൾ പോകുന്ന വഴി എന്ന് പറയുമ്പോൾ ഓൺ ദ വേ ആണ്. അപ്പൊ ഇവിടെ വരേണ്ടത് ദ ആണ്. അപ്പൊ ദ വരുന്നുണ്ടോ? ഇല്ല, ഇവിടെ ദ വന്നു, പക്ഷെ ആൻ ആണ് വന്നത്. അപ്പൊ ദയുടെ കോമ്പിനേഷൻ നമുക്കങ്ങ് വെട്ടാം. ബാക്കി വരുന്നത് എന്താണ്? എ ആണ്. സോ ഐ മെറ്റ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് ഓൺ ദ വേ ടു ബൈ ഡാഷ് ഇറ്റാലിയൻ പിസ്സ അല്ലെ? ഇറ്റാലിയൻ പിസ്സ. അപ്പൊ ഒരു ഇറ്റാലിയൻ പിസ്സ എന്നാണ് പറയുക. അപ്പൊ ഇവിടെ എ ആണോ ആൻ ആണോ? എ ആണോ ആൻ ആണോ? ഇറ്റാലിയൻ. ഐ എന്താണ്? വവ്വലാണ്. കറക്റ്റ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്താ വരിക? ആൻ ആണ് വരിക. സോ ഐ മെറ്റ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് ഓൺ ദ വേ ടു ബൈ ആൻ ഇറ്റാലിയൻ പിസ്സ. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. എ, ദ, ആൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വി ഷുഡ് അബ്സ്റ്റെയിൻ ഡാഷ് ഇൻസൾട്ടിങ് അതേഴ്സ്. അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടു നിൽക്കുക അല്ലെ? വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പം ഈ വിട്ടു നിൽക്കുക, അതിൽ നിന്നും മാറുക എന്നർത്ഥം വരുന്ന വാക്കുകളാണ് അബ്സ്റ്റെയിൻ, അതുപോലെ റിഫ്രെയിൻ. മനസ്സിലായോ? അപ്പൊ അതിൽ നിന്നും വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ പ്രിവെന്റ്, കണ്ടോ? ഡിസ്ട്രാക്ട്. അതുപോലെ മറ്റൊരർത്ഥം വരുന്ന വാക്കാണ് ഡൈവേർട്ട്. കണ്ടോ? ഇങ്ങനെയുള്ള വാക്കുകളുടെ പ്രത്യേകത എന്തിൽ നിന്നെങ്കിലും അതിൽ നിന്നും എന്നർത്ഥം വരുന്നുണ്ട്. അങ്ങനെ അർത്ഥം വരുന്ന വാക്കുകളുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ എന്താണ്? ഫ്രം ആണ്. വി ഷുഡ് അബ്സ്റ്റെയിൻ ഫ്രം ഇൻസൾട്ടിങ് അതേഴ്സ്. ഫ്രം ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫ്രം ദ വേ. വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫ്രം ദ വേ. അതായത് നമുക്ക് കുറച്ച് യൂസേജസ് ഉണ്ട്. ഇപ്പം യൂസേജസ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ചില സാധനങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ING ഫോം ഓഫ് ദ വെർബ് വേണം. രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് അതിനെ തിരിക്കാം. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ വുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, കുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് അങ്ങനെയുള്ള വാക്കുകളുടെ കൂടെ നമ്മൾ ING ഫോം ഓഫ് ദി വെർബ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, വിത്ത് എ വ്യൂ ടു. വിത്ത് എ വ്യൂ ടു എന്ന് പറയുന്ന വാക്ക്, വിത്ത് എ വ്യൂ ടു എന്ന് പറഞ്ഞാൽ എന്ന ഉദ്ദേശത്തോടു കൂടി, എന്ന ഉദ്ദേശത്തോടു കൂടി വിത്ത് എ വ്യൂ ടു എന്ന് പറയുന്ന വാക്ക് വരുമ്പോഴും ING ഫോം ഓഫ് ദി വെർബ് വരണം. അതുപോലെ തന്നെയാണ് ലുക്ക് ഫോർവേഡ്. ലുക്ക് ഫോർവേഡ്, ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നത് അല്ലെ, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, ഹോപ്പ് ചെയ്യുക, അങ്ങനെ അർത്ഥമാണ് ലുക്ക് ഫോർവേഡ് ടു. അപ്പൊ ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, കുഡ് യു മൈൻഡ് ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ നിർബന്ധമായിട്ടും ING ഫോം ഓഫ് ദി വെർബ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ING ഫോം ഓഫ് ദി വെർബ് വരും. ഇത് കൂടാതെ ചില വാക്കുകളുണ്ട്, ഇപ്പം എൻജോയ് അങ്ങനെയുള്ള കുറച്ച് വാക്കുകളുണ്ട്, അത് വേറെ കാറ്റഗറി ആയിട്ട് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിൽ പഠിക്കാം. ഏതായാലും ഈ വക ആൾക്കാർ വരുമ്പോൾ വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, വിത്ത് എ വ്യൂ ടു, ലുക്ക് ഫോർവേഡ് ടു ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പം അവിടെ എന്ത് വേണം? ING ഫോം ഓഫ് ദി വെർബ് വരണം. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, മൂവിങ്. ഓക്കെ, മൂവിങ് ആണ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രം ദി ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ജസ്റ്റ് ബിഗൺ ആൻഡ് നോട്ട് സോ ഫുള്ളി ഫോംഡ് ഓർ ഡെവലപ്ഡ്. തുടങ്ങിയിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുന്ന വാക്ക് ഏതാണ്? ഇൻകൊഹറൻ്റ് ആണോ, ഇൻഷ്വേറ്റ് ആണോ, ഇൻകർ ആണോ, ഇനോക്യുലേറ്റ് ആണോ? ഓക്കെ, ഏതാണ് വരിക? ഏതാണ് വരിക? യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഇൻഷ്വേറ്റ്. അതായത് തുടങ്ങി പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇനോക്യുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണൈസ് ചെയ്യുക, വാക്സിനേറ്റ് ചെയ്യുക, നമ്മളൊരു ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് അല്ലേ, അതാണ് ഇനോക്യുലേറ്റ് എന്ന് പറയുന്നത്. ഇൻകർ എന്ന് പറഞ്ഞാൽ, ഇൻകർ ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് വന്ന് ഭവിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് ഇൻകർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇൻഷ്വേറ്റ് അല്ലെ. ആൻസർ ഇസ് ഓപ്ഷൻ ബി, അതായത് തുടങ്ങിയിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല. ഓക്കെ, അതാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സിനോണിം ഓഫ് ദ വേർഡ് പ്ലമറ്റ്. പ്ലമറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇൻക്രീസ് ആണോ, ഡ്രോപ്പ് ആണോ, ക്ലൈംബ് ആണോ, ഹൈറ്റ് ആണോ? എന്താണ് വരിക? വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്ലമറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പാണ്, ഡ്രോപ്പ് ആവുക, കുറയുക എന്നർത്ഥം അല്ലേ, അതാണ് വരുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഡ്രോപ്പ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2021 ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദി ബുക്സ് ഡാഷ് മിസ്സിംഗ്.
വൺ ഓഫ് ദി ബുക്സ് ഡാഷ് മിസ്സിംഗ്, ആർ ഈസ് വേർ നൺ ഓഫ് ദി അബവ്. അപ്പോൾ വൺ ഓഫ് ദി ബുക്സ് ഡാഷ് മിസ്സിംഗ് എന്ന് പറയുമ്പം ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. വൺ ഓഫ് ദി ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ മെനി ഉണ്ട്, മെനി ഓഫ്, മോസ്റ്റ് ഓഫ്, മെനി എ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ നമ്മൾ പഠിച്ചെടുക്കും? നമുക്ക് മാറിപ്പോവും അല്ലേ? പക്ഷെ വൺ ഓഫ് പഠിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്, ഒരു കോഡുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് ഊപ്സ്. മനസ്സിലായോ? ഊപ്സ് എന്ന് ഓർത്താൽ മതി. ഊപ്സിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെന്നുണ്ട് എങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും വരണം. അതായത് വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കണം. കണ്ടോ, പ്ലൂറൽ സബ്ജക്റ്റ് വന്നില്ലേ? ആയിരിക്കും. പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും ആയിരിക്കണം. അപ്പൊ ഇവിടെ ആറ് വരുവോ? വരൂല. വേർ വരുവോ? വരൂല. ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പൊ എന്താണ്? ഊപ്സ് വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും വരണം. ഇതുപോലെ ഒരുപാട് കോഡുണ്ട്, മാസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കോഡുകളുണ്ട്. അപ്പോൾ ഏതായാലും ഊപ്സ് എന്നുള്ളത് പഠിക്കുക. എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാതിരിക്കുന്നത് കേട്ടോ. ഊപ്സ് വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും. അപ്പം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഇരുന്ന് കഷ്ടപ്പെട്ട് ഫുള്ള് വായിച്ച് പഠിച്ച് എഴുതി ഒക്കെ പഠിക്കാം. പക്ഷെ ഇത് സമയം മാറി. ഇവിടെ നമ്മൾ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ വെയിറ്റേജ് വരുന്നത് സ്മാർട്ട് വർക്കിനാണ്. നിങ്ങൾ എത്ര കുറഞ്ഞ സമയത്ത് ഒരു സാധനം പഠിക്കുന്നോ, എങ്ങനെ കുറഞ്ഞ സമയത്ത് നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നോ. ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ടിപ്സും ആ വഴിയൊക്കെ പഠിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് വേണം. പലപ്പോഴും ഈ ഒരു ടൈപ്പിസ്റ്റ് പോലുള്ള പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ഡെവലപ്ഡ് വെർഷനിൽ അവർ പഠിക്കും. പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ വലിയൊരു പ്രത്യേകത, നിങ്ങൾക്ക് PSC എക്സാം എഴുതുമ്പോൾ പലരും ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ GK എന്ന് പറയുന്ന സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ഇവിടെ ഇല്ല, അല്ലെങ്കിൽ GK കുറച്ചേ ഉള്ളൂ, മാത്സ് ഇല്ല. ഈ വിഷയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് വന്നപ്പോൾ വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്രാവശ്യം നമുക്കറിയില്ല. ഏതായാലും മാത്സ് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. GK വളരെ കുറച്ച് മാർക്കിനേ ഉള്ളൂ. കൂടുതൽ വെയിറ്റേജ് നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഭാഗത്തെ ബേസ് ചെയ്ത് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 20 മാർക്ക് ഇംഗ്ലീഷും മലയാളം അതുപോലെയുള്ള വിഷയങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ മത്സരിക്കുന്നത് വലിയൊരു ക്യാൻവാസിലുള്ള ആൾക്കാരോടൊപ്പം അല്ല. അതായത് നിങ്ങൾ ഇപ്പോൾ LDC പരീക്ഷ ചിന്തിച്ച് നോക്കിയാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന പരീക്ഷയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതുന്ന ആൾക്കാരോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. പക്ഷെ ഈ ഒരു എക്സാമിലേക്ക് വരുമ്പോൾ ആ ഒരു യോഗ്യതയുള്ളവർ മാത്രമാണ്, ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രം എഴുതുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ മത്സരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. പലപ്പോഴും നമ്മൾ LDCക്ക് ഇടുന്നതിൻ്റെ എഫേർട്ട് പോലും ടൈപ്പിസ്റ്റ് പോലുള്ള പരീക്ഷകളിലേക്ക് ഇടാറില്ല. കുറച്ച് എഫേർട്ട് മതി. കൃത്യമായ എഫേർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കും. കോമ്പറ്റേറ്റീവ് റെക്കോർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ടൈപ്പിസ്റ്റ് എക്സാമിൽ നമ്മുടെ റിസൾട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് അല്ലേ? ഏറ്റവും ഉയർന്ന റാങ്ക് ഹോൾഡേഴ്സ് മുതൽ അവരുടെ സർവീസിൽ കയറിയവർ എല്ലാം നമ്മളോടൊപ്പം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മൾ ടൈപ്പിസ്റ്റ് കോഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഏറ്റവും മികച്ച റാങ്ക് അത് ടൈപ്പിസ്റ്റ് കോഴ്സിന് CC തരുന്ന ഗ്യാരണ്ടിയാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങി എവിടെയും എത്താത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഒരു ഡൗട്ടും വേണ്ട. എന്ത് പഠിച്ചാൽ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്താം. അതേ സ്ട്രാറ്റജിയിൽ കൃത്യമായ പേഴ്സണൽ മെന്റർ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള നമ്മുടെ ടൈപ്പിസ്റ്റ് ബാച്ചാണ്. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അടുത്തത് either the cast or the director dash responsible. ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകദേശം 25 യൂസേജസ് പഠിക്കാനുണ്ട് ഇംഗ്ലീഷിൽ. 25 യൂസേജസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം വരുന്ന വാക്കുകൾ വരുമ്പോഴും ഇതിൻ്റെ യൂസേജസിലോട്ട് നമ്മൾ ലിങ്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ 25 യൂസേജസ് പഠിക്കാൻ സത്യം പറഞ്ഞാൽ നമുക്കൊരു 20 മിനിറ്റ് മതി കോഡുകൾ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ലാന്നേ ഉള്ളൂ. പക്ഷേ അസ്മത്ത് ഫേമായി BA അക്കമ്പനി ചെയ്തു എന്നൊരൊറ്റ കോഡ് ഉണ്ടെങ്കിൽ ഈ ഫുൾ ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ either the cast or the director dash responsible, either or എന്ന് പറയുന്ന അല്ലെങ്കിൽ neither nor, not only but also ഇങ്ങനെയുള്ള യൂസേജസ് ഇതെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന സെക്കൻഡ് സബ്ജക്റ്റിനെയാണ്. അതായത് ഇവിടെ നോക്കിക്കേ, കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഡയറക്ടർ എന്ന് പറയുന്ന 2 സബ്ജക്റ്റ് ഉണ്ട്. ഒന്നുകിൽ കാസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ടർ ഇതിന് റെസ്പോൺസിബിൾ ആയിരിക്കും. അപ്പോൾ 2 സബ്ജക്റ്റ് ഉണ്ട്. ഈ either or, neither nor, not only but also ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പം അവിടെ സെക്കൻഡ് സബ്ജക്റ്റിന് തന്നെയായിരിക്കും പ്രാധാന്യം, ഫസ്റ്റ് സബ്ജക്റ്റിനല്ല. മനസ്സിലായോ?
ഫസ്റ്റ് സബ്ജക്റ്റിനില്ല. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിന് വരുന്നത് ആസ് വെൽ ആസ് മച്ച് ആസ് മെനി ആസ്, പിന്നെന്താ ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവിടെ ഫസ്റ്റ് സബ്ജക്റ്റിന് വരിക. ആ ഒരു ഫസ്റ്റ് സബ്ജക്റ്റിന് വരുന്ന ആൾക്കാരെ നമുക്ക് ഈസി ആയിട്ട് ഒരു കോഡിലൂടെ പഠിക്കാം. കുറച്ച് സമയം വേണം ആ കോഡ് പറഞ്ഞു തരാൻ, പക്ഷേ കോഡ് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്താൻ പറ്റും. അപ്പോൾ ഏതായാലും ഐദർ ഓർ നൈദർ നോർ എല്ലാം സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഡിറക്ടർ ആണ്. അപ്പോൾ അവിടെ എന്ത് വരും? ഡിറക്ടർ ഒരാളേ ഉള്ളൂ, സിംഗുലർ ആണ്. സോ വേറ് വരില്ല, ആറ് വരില്ല, ഐ ഇല്ലാത്തതുകൊണ്ട് ആം വരില്ല. ആൻസർ ഇസ് ഓപ്ഷൻ എ, വാസ്. ഐദർ ദി കാസ്റ്റ് ഓർ ദി ഡയറക്ടർ വാസ് റെസ്പോൺസിബിൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം ടൈപ്പിസ്റ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ റാങ്ക് മേക്ക് ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ അപ്ഡേറ്റ്സ്, ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്, നിങ്ങളുടെ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളിലേക്ക് ആദ്യം എത്തുന്നത് നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളിലൂടെ ആയിരിക്കും. ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. മറക്കണ്ട, അവസരങ്ങൾ എപ്പോഴും വരുന്നതല്ല, വരുന്ന അവസരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ഗ്രാബ് ചെയ്യണം. ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള പഠന സ്ട്രാറ്റജി ഉണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് വരിക. അപ്പോൾ ഇങ്ങ് പോന്നോളൂ. നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.